ഒരു ഹോട്ടലിൽ കയറി നല്ല രുചികരമായ ഭക്ഷണമൊക്കെ കഴിച്ച് കൂട്ടുകാരെല്ലാം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഇറങ്ങി വരുമ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു കൂട്ടാളിക്ക് റാഹത്തായി കഴിക്കാൻ പറ്റിയില്ല. അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ നീ കഴിക്കാത്തതെന്ന് ചോദിച്ചു. എന്തോ വയറ്റിന് ചില അസ്വസ്ഥതകളുണ്ട് എന്ന് അറിയിച്ചു. പക്ഷേ പിറ്റേ ദിവസം അവനോട് ചോദിച്ചു, എന്നാലൊരു അവസരം കിട്ടിയിട്ട് നീ നഷ്ടപ്പെടുത്തിയല്ലോ. അന്നേരം അവൻ പറഞ്ഞു, ഇപ്പോഴെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ആ കട ഉൾപ്പെടെ ഞാൻ കഴിച്ചേനെ. ഹോട്ടൽ മൊത്തം തിന്നാനുള്ള വിശപ്പ് എനിക്കിപ്പോൾ ഉണ്ട്. ഒരവസരം കിട്ടിയപ്പോൾ അത് പാഴാക്കി കളഞ്ഞു. അലാലൈത ശബാബ യഊദു യൗമ സഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു. ശരിക്കും പറഞ്ഞാൽ നല്ല യുവത്വത്തിൻ്റെ ചെറുപ്പകാലം, ആ പ്രസരിപ്പിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, പഴയ കാലം, അതെല്ലാം നമ്മിൽ നിന്ന് വിട്ടുപോയി. ഇപ്പം നിരബാധിച്ചു. വയസ്സൊരു 40-ന് മേലെ എത്തി, 80-ന് മേലെ എത്തി, വലിയ പ്രായമായി. ഇപ്പോൾ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ, ഇപ്പോൾ ആ ഒരു ചുറുചുറുക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒത്തിരി ചെയ്യാനുണ്ടായിരുന്നു എനിക്കെന്ന്. കോവിഡ് സമയത്തൊരു കൂട്ടുകാരൻ്റെ, ഒരു സുഹൃത്തിൻ്റെ, ഒരു സഹോദരൻ്റെ ചില വാക്കുകൾ നമ്മുടെ മനസ്സിലുണ്ട്. എന്താ അല്ലേ, അടിപൊളിയല്ലേ എന്ന് പറയില്ലേ, അടിച്ചു പൊളിയാണ്. വളരെ എളുപ്പമുണ്ട്, എല്ലാം റാഹത്താണ്, എന്ത് രസമാണ്. ഒരവസരം കിട്ടിയിരുന്നെങ്കിലും. റമദാനൊന്ന് കഴിഞ്ഞാൽ എന്താണ് പ്ലാൻ എന്നൊന്ന് ചോദിച്ചാൽ പൊളിക്കുക തന്നെ. റമദാൻ കഴിഞ്ഞാൽ എന്താണ് പ്ലാൻ? കോടികൾ ചിലവാക്കി, കോടികൾ. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എന്താ പറയുക, IPL മൊത്തം ഒന്ന് ഫൈനൽ കാണണം, ഒരു വലിയൊരു സിനിമ കാണണം, വലിയൊരു ഫുട്ബോളിൻ്റെ ഫൈനൽ കാണണം. അല്ല, ഒരു നജസ് കുടിക്കാൻ ഒരുങ്ങിയപ്പോഴും അന്ന് അത് മഞ്ചാക്കാൻ പറ്റിയില്ലല്ലോ, ഇപ്പോഴും കാണുമായിരുന്നെങ്കിലും. ചില ഹറാമുകൾ തന്നെ ഓർത്തിട്ട് ആ ഹറാമുകൾ തന്നെ ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ എന്ന് യുവാക്കളുടെയൊക്കെ ചിന്തകളുടെ ഒരു ഭാഗമാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ചിന്തകൾക്കിടയിൽ എൻ്റെ ആ പഴയ യുവത്വം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, അല്ലാ, ഞാൻ എൻ്റെ എന്നെ ഇപ്പോൾ ഇത് ബുദ്ധിമുട്ടിക്കുന്നത് ഒത്തിരി പറയാനുണ്ടായിരുന്നു എൻ്റെ യുവത്വത്തോട്, കഥ പറയാൻ. ഇപ്പൊ പഴയ ചെറുപ്പക്കാരൊക്കെ കൊച്ചു മക്കള് കഴിച്ച ഉടനെ ഓടുന്ന കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ പെരുമ്പാമ്പ് ദഹിപ്പിക്കാൻ വേണ്ടി മരങ്ങളിലൊക്കെ ചുറ്റി ഇങ്ങനെ പിണയുന്ന പോലെ നിമിഷ നേരം കൊണ്ട് ഇവര് അതിനെ ദഹിപ്പിക്കും. ഓടി ദഹിപ്പിച്ചിട്ട് അടുത്ത വിശപ്പോടാം. നമുക്കിപ്പോൾ നല്ലപോലെ കഴിക്കാൻ പോലും പറ്റണില്ല. അവിടെ നമ്മുടെയൊക്കെ പ്രായമേറി വരികയല്ലേ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു റമദാൻ ഇങ്ങനെ വിട പറയാൻ ഒരുങ്ങുമ്പോൾ ചില വിടപറച്ചിലിൻ്റെ ഓർമ്മകളാണ് ഏറ്റവും നല്ല ഉപദേശം. മരണത്തെക്കുറിച്ച് ഓർക്കൽ ഒരു വിടപറച്ചിലല്ലേ. ഒരു റമദാൻ വിട പറയാൻ ഒരുങ്ങുമ്പോൾ ഈ ഒരവസരം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ എന്ത് ജീവിതമാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം നഷ്ടപ്പെടുമ്പോൾ മുഅ്മിനിന്റെ ഉള്ളിൽ ഒരു വിടപറച്ചിലാണ്, ഒരു മരണം പോലെ ഒരു പോക്കാണ്. അങ്ങനെയുള്ളൊരു മുഅ്മിന് വേണ്ടി, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ഉപദേശമാണ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒരു ജനാസ അടക്കിയിട്ട് വരുന്ന സമയത്ത് മഹാനവറുകൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട് കൂടെ. ജനാസ അടക്കുന്ന സമയത്തൊക്കെ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. വേറെ ഒരു ഉപദേശമൊക്കെ വേണ്ടെന്നാണ്. നമ്മുടെ മനസ്സൊക്കെ ഏതോ ഒരു ലോകത്തൊക്കെ അങ്ങ് എത്തും. അതിന് സ്വന്തം മരിപ്പാണേലും അല്ലാത്ത ആളുടെ ആണെങ്കിലും ആ കുഴിയിലേക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ പടച്ചവനെ, ആ ജനാസയൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, സ്വന്തം ആപ്പയുമ്മയോ ഒന്നും ആവണമെന്നില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴെപ്പോഴും കണ്ടിട്ട് നമുക്ക് ഭയമില്ലാണ്ടാവരുത്. ആ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുന്ന ആളോടൊന്നും ചോദിക്ക്. ആ ഇറക്കുന്ന രംഗമല്ലേ, ഫുള്ളിങ്ങനെ ചരിച്ചിട്ട് ഖിബലയിലേക്ക് മൊത്തത്തിൽ ജനാസ മുഴുവനും ചരിഞ്ഞ് ആദ്യത്തെ ആ ഭിത്തിയിലേക്ക് ചാരി അങ്ങ് കിടത്തുകയാണ്. ഖിബലയുടെ ഭാഗത്തേക്കുള്ള ഭിത്തിയിൽ ചാരി അങ്ങ് വയ്ക്കുകയാണ്. ഇങ്ങും മലർന്നു വീണ് പോകാതിരിക്കാൻ അങ്ങനെ ആകുമെന്ന് ഭയമുണ്ടെങ്കിൽ ഒരു കട്ട ബേക്കിൽ വയ്ക്കും. അതും വെക്കൂല, കാര്യം അങ്ങോട്ട് ചാരി വയ്ക്കും. ഇപ്പുറത്തെ ഭിത്തിയിൽ ചാരി വെക്കൂല ആരും, കാര്യം മുഖം കുത്തി വീടാം. മലർത്തി കിടത്തിയിട്ട് കഴുത്ത് പിടിച്ച് തിരിച്ചും വെക്കൂല ആരും, കാര്യം കുതിരയിലേക്ക് പോകൂല.
തിരിഞ്ഞ് വരും, കഴുത്ത് നേരെ മലന്ന് മേലോട്ട് വരും. അപ്പോൾ കിടത്തുന്ന രൂപം അറിയാം. ആ ജനാസ അതേപടി അങ്ങ് ഇറക്കി ചാരിയും വയ്ക്കുകയാണ്. ആ ഒരു ജനാസ ഇറക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്ന കാഴ്ചകളാണ് ഇവിടെ സ്ഥിരം കാണാം. അൽഹംദുലില്ലാ, നല്ല ഖബർ പിടിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവെ ജനാസ കുഴിയിലൊക്കെ ഇറക്കി വയ്ക്കുന്ന എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കയ്യിലാണ് ഉത്തരവാദിത്തം കേട്ടോ. വളരെ സൂക്ഷ്മതയോടെ അങ്ങ് ചാരി വയ്ക്കും. ഉമ്മച്ചീനെ ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ഞാനത് കണ്ടു. ആ രൂപം നല്ല റാഹത്തായിട്ടാണ് അവരൊക്കെ പഠിച്ച പോലെ ചെയ്യും. ഇവിടെയും അതേപോലെ, എല്ലായിടത്തും അതേപോലെ. അൽഹംദുലില്ലാ, റാഹത്താണ്. അപ്പോൾ അതിങ്ങനെ കണ്ടിട്ട് ഒരു കരഞ്ഞ മനുഷ്യനോടാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഇപ്പൊ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ റിട്ടേൺ അല്ലാഹു കൊണ്ടുവന്നാൽ അയാൾ എന്താണ് ചെയ്യാൻ കൊതിക്കണേന്നറിയാവോ? നമുക്കൊരവസരം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ റമദാൻ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയും പോലെ, എനിക്ക് മുമ്പത്തെ അവസ്ഥ പറ്റിയില്ല, ഇനിയൊരു അവസരം കിട്ടിയാൽ ഞാൻ അങ്ങ് പൊളിക്കുമെന്ന് പറയുന്ന പോലെ, ഒരു ഖബറാളിയോടുള്ള ഒരു അവസരം അയാൾക്ക് കിട്ടിയാൽ അയാൾ എന്താഗ്രഹിക്കുമെന്ന് അറിയുമോ എന്നാണ് ചോദ്യം. ഓ മനുഷ്യ, ആ ഖബറാളിയൊന്ന് തിരികെ വന്നാൽ അയാളുടെ മോഹം എന്തെന്നറിയുമോ? മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ചോദിച്ചതാണ്. അവിടെ നിന്ന് മറുപടി കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുകയാണ്. യസ്തഗ്ഫിറൂ വയുസല്ലി എക്സെട്രാ എക്സെട്രാ എക്സെട്രാ, ഇഷ്ടം പോലെ ആ മനുഷ്യൻ പറയും, ഞാൻ ഇസ്തിഗ്ഫാർ ഒത്തിരി ഒത്തിരി ചെയ്യുമല്ലോ, ഞാൻ ഇനി നിസ്കരിച്ചോളാമല്ലോ. ലൗലാ അൻ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, റൂഹ് പിരിയുന്ന ഒരു നിമിഷമുണ്ടല്ലോ, ഒരൽപ്പം കൂടെ എന്നെ ഒന്ന് പിന്തിച്ചതാ അല്ലാഹ്. അങ്ങനെ ഒരൽപ്പം ഒന്ന് പിന്തിച്ചാൽ ഒത്തിരി അമല് ഞാൻ ചെയ്തു കൊള്ളാം, സുജൂദിൽ തന്നെ കിടന്നുകൊള്ളാം റബ്ബേ. അല്ലാഹുവിനോട് വിളിച്ചു പറയും. കാരണം അതിന്റെ കഠിന കഠോരമായ വേദനയാണ്. അല്ലാഹ് ഇതിങ്ങനെ വെറുതെ പറയാനുള്ളതല്ല, ആ രംഗമൊന്ന് ഓർക്കേണ്ടതാണ്, പേടിയോടെ ചിന്തിക്കേണ്ടതാണ്. മലക്കുൽ മൗത്തിന്റെ റൂഹിനെ പിടിക്കുന്ന രൂപത്തെ കുറിച്ച് പറയുകയാണ്. വലിയ പഞ്ഞിക്കൂനയിലേക്ക് ഒരു മുള്ള് കമ്പിയിട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിൽ കൊളുത്തി കിടന്നിങ്ങനെ ഓരോന്ന് കൂനകൂനയായി ഇളകി വരും പോലെ അവന്റെ തള്ളവിരല് മുതൽ കമ്പിയിട്ടിങ്ങനെ കൊളുത്തി മാംസവും മജ്ജയും ശരീരത്തിന്റെ വെയിനുകളെല്ലാം കമ്പിയിൽ കുരുങ്ങി വലിഞ്ഞു മുറുകി വരും പോലെ ആ തള്ളവിരല് മുതൽ ഇങ്ങനെ മുകളിലോട്ട്. കയ്യിൽ നിൽക്കുന്നില്ലല്ലോ വേദന, കാലിൽ ഒതുങ്ങുന്ന വേദനയല്ലല്ലോ, ഊർന്നിറങ്ങുന്ന ആ വേദന തുടങ്ങുമ്പോ തന്നെ വിളിച്ചു പറയുന്നത് ലൗലാ അൻ അഖർതനീ, ഒരൽപ്പമൊന്ന് പിന്തിച്ചതാ, ഒരൽപ്പമൊന്ന് പിന്തിച്ചതാ റബ്ബേ എന്ന്. അല്ലാഹുവേ, മനുഷ്യനെ റബ്ബേ ഇതൊരു നിഅമത്തൊന്ന് ഓർത്തു നോക്ക്. ഒരാടിനെ അറുത്താൽ പിടഞ്ഞിട്ട് മരിക്കും. കോഴി അറുത്താൽ പിടഞ്ഞിട്ട് മരിക്കും. മനുഷ്യനോ എല്ലാ വേദനയും കൊണ്ട് ഇങ്ങനെ കിടക്കും, ചലിക്കാതെ കിടക്കും. അടുത്ത് നിൽക്കുന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കൾക്കും ഒന്നും ആ വേദന അറിയില്ല. അതറിയുന്ന ആ ഒരു ശരീരത്തിൻ്റെ അവസ്ഥ. നമ്മളെല്ലാം ഇതറിയാതെ നമുക്ക് രക്ഷയുണ്ടോ? നമ്മളിത് അറിയണ്ടേ? നമ്മൾക്ക് എല്ലാവർക്കും റമദാൻ വിട പറയാനൊരുങ്ങുമ്പോൾ നമുക്കൊരു വിട പറച്ചിലില്ലേ? ആ രംഗമെന്ന് ഓർത്തു നോക്ക്. ആ സമയത്ത് ആ ജനാസ കൊതിക്കുന്നതെന്ത്? ആ മനുഷ്യൻ കൊതിക്കുന്നതെന്ത്? ഈ ഖബറാളി ഇപ്പോൾ കൊതിക്കുന്നതെന്ത്? ഒന്നെന്നെ തിരികെ കൊണ്ടുവാ റബ്ബേ, ഇത്ര അമല് ചെയ്തോളാം, നിസ്കരിച്ചോളാം റബ്ബേ, സ്വദഖ കൃത്യമായി കൊടുക്കാം, സകാത്ത് കണക്ക് നോക്കി കൃത്യം പുറപ്പെടുവിക്കാം, ധാരാളം നന്മ ചെയ്തുകൊള്ളാം റബ്ബേ. അയാൾ ഒരേ പറച്ചിലതാണ്. പക്ഷേ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, ടൈം കഴിഞ്ഞു പോയി, ഇനി അയാൾക്ക് സമയമില്ല, ഇനി അയാൾക്ക് ഒന്നിനും പകരം വീടാനുള്ള സമയമല്ല, അയാളുടെ ആരോഗ്യ സമയം ചെയ്യാനുള്ളത്. എൻ്റെ പൊന്നുമക്കളെ,
നിങ്ങളൊക്കെ ഓതി പഠിച്ച് ഇൽമ നേടി നിങ്ങളൊക്കെ നല്ല ഉയർന്ന മക്കളായി മാതാപിതാക്കളുടെ പൊരുത്തത്തിൽ കഴിയേണ്ട മക്കൾ. നിങ്ങൾ വിചാരിക്കും പഠിക്കുന്ന ഒരു പ്രയാസമാണ്. ഒരു പ്രയാസമില്ല. നിങ്ങൾക്ക് ഫ്രീഡമിൻ്റെ കാലമാണ്. നിങ്ങളുടെ വാപ്പച്ചി ഒന്ന് ഓർത്തോ, നിങ്ങളുടെ ഉമ്മയെ ഓർത്തോ. അവരുടെ മനസ്സ് മുഴുവൻ കുടുംബത്തിൻ്റെ ചിന്തയും ടെൻഷനുകളും ഒത്തിരി ഉണ്ടവർക്ക്. അവർ രോഗിയാവുന്നത് മുഴുവൻ അവർ വലിയ രോഗങ്ങളിലാണ്. കാര്യം അവരുടെ ചിന്തകൾ വലിയ വലിയ ചിന്തകളാണ്. നിങ്ങൾ ഫ്രീഡമാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ഒത്തിരി ഉണ്ടെന്ന് കരുതരുതേ. നിങ്ങൾക്ക് ഫുൾ ഫ്രീഡമിൻ്റെ സമയമാണ്. ഒന്നും അറിയണ്ട. എന്ത് രസമാണ് ആ പഴയ 10ാം ക്ലാസ് പഴയ സ്കൂളൊക്കെ ഒന്ന് വന്നെങ്കിൽ ഇവിടെ ചോനെ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കൂലേ? ഇപ്പോൾ ഒരു +2 എഴുതിയെടുത്ത സമയത്ത് ഞാൻ ചിന്തിച്ചു, എന്ത് രസമാണ് ആ പഴയ കാലം. ഭാര്യയില്ല, മക്കളും ഇല്ല, ഒന്നും അറിയണ്ട. നല്ല ചാപ്പാടും വാപ്പയമ്മയും തരുന്നുണ്ട്. പഠിച്ചാൽ മാത്രം മതി. എനിക്ക് എൻ്റെ പെണ്ടാട്ടിയും ചിന്തിക്കണ്ട, മക്കളെയും ചിന്തിക്കണ്ട, എൻ്റെ ജോലിയും ചിന്തിക്കണ്ട. ഈ മക്കളെയൊക്കെ ഒരു ഭാഗ്യം. പക്ഷേ ഈ മക്കൾ എന്ത് ചെയ്തറിയാത്ത മക്കൾ ഇതറിയണം. നിങ്ങൾക്കിപ്പോൾ ഫ്രീഡമിൻ്റെ സമയമാണ്. ധാരാളം ഉയരങ്ങളിലെത്താൻ പറ്റുന്ന സമയമാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് വേണ്ടി ധാരാളം ദുആ ചെയ്യേണ്ട സമയമാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാണ്. അവർ രോഗികളാവുന്നു നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നു. പ്രാർത്ഥനയിൽ മുഴുവൻ നിങ്ങളാണ്. വാപ്പയും ഉമ്മയും പൊട്ടിക്കരഞ്ഞ് ദുആ ഇറക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ്. മക്കളെ, ഈ ബോധം നിങ്ങൾക്ക് എപ്പോഴും വേണം. വാപ്പയും ഉമ്മയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറ്റുന്ന സമയം ഇബാദത്തിലും നന്മകളിലുമായി മുഴുകണം. നല്ലൊരു മക്കളായി വരണം. നല്ല ഖൈറിൻ്റെ മക്കളായി, റബ്ബിൻ്റെ നല്ല അടിമകളായി വരണം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ റമദാൻ വിട പറയാൻ ഒരുങ്ങുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളൊക്കെ ചെയ്യണം. തുടർന്നും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ഫിത്ർ സക്കാത്തിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് പറയാം. നാളെ പരിശുദ്ധമായ 27ാമത്തെ രാവിൻ്റെ അമല് പള്ളിയിൽ ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ കൂടുതൽ സമയം നമ്മുടെ സിയാറത്ത് കഴിഞ്ഞ് മൊത്തത്തിൽ ഭക്ഷണവും കൊണ്ട് പൊയ്ക്കളയാതെ ഒരു 11:15 മുതൽ നമുക്ക് കുറഞ്ഞ സമയം നമുക്ക് പള്ളിയിലിരുന്ന് ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടെ എന്തൊരു റാഹത്താണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. പല സ്ഥലങ്ങളിലും പല പള്ളിയിലും അവസാനത്തെ 10 മുഴുവനും ധാരാളം മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു. നമ്മൾ ഒരു സമയത്തെങ്കിലും ഒന്ന് ഒരുമിച്ച് കൂടിയിരിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഇന്നത്തെ അനുഗ്രഹീത നോമ്പ് തുറ നൽകിയ കുടുംബാദികളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു വലിയ ശിഫ പ്രദാനം ചെയ്യട്ടെ. ശ്വാസം മുട്ടും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടെന്നറിയുന്ന അല്ലാഹുവേ, ഈ സലാമത്ത് കൊടുക്കണേ പടച്ചവനെ. ഈ മുഅ്മിനീങ്ങളുടെ ഒരു ആമീൻ കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഈ മുഅ്മിനീങ്ങൾ ഒന്ന് ആമീൻ പറഞ്ഞാൽ മതി, എല്ലാം റബ്ബ് ഏറ്റെടുക്കും. ഉസ്താദെ, റബ്ബ് ശിഫയാക്കി തരും. അല്ലാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്ക് എല്ലാവർക്കും സലാമത്ത് കൊടുക്കട്ടെ. അവിടെയുള്ള ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പ്രിയപ്പെട്ട മക്കൾക്കും എല്ലാവർക്കും അല്ലാഹു പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അവരുടെ ബിസിനസ്സുകളിൽ, തൊഴിലിൻ്റെ മേഖലകളിൽ എല്ലാം അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. തറാവീഹിന് ശേഷമുള്ള ചുരുങ്ങിയ ചീരണി കൊണ്ടുവരുന്നത് അവരാണ്. അല്ലാഹു ഖബൂലാക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ ഈ സംഗമത്തെ സ്വീകരിക്കണേ റഹ്മാനെ. ഖൈറ് ചൊരിയണേ അല്ലാഹ്, പാപങ്ങളെ മാപ്പാക്കണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, ഇഖ്ലാസുള്ളവരാക്കണേ അല്ലാഹ്, തഖ്വയുള്ളവരാക്കണേ അല്ലാഹ്, രോഗങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാഹ്. 5 വഖത്ത് ഞങ്ങളുടെ പള്ളിക്ക് അലങ്കാരമായ പ്രിയ മുഅ്മിനീങ്ങൾ ഉപ്പമാര് ഖൈറ് ചൊരിയണേ അല്ലാഹ്, ഖൈറ് ചൊരിയണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. കൈകാല് വേദന, നടുവേദന, അസ്വസ്ഥതകളുള്ളവരുണ്ടല്ലാഹ്. ധാരാളം കൈകാലം നീര് വന്നവരുണ്ടല്ലാ. അവര് തറാവീഹ് ഒഴിവാക്കാതെ വന്നും ഇരുന്നും ഒക്കെ നിസ്കരിക്കുന്നവരാണല്ലാ. അവർക്ക് ഖൈറ് ചൊരിയണേ അല്ലാഹ്. ഈ നന്മ തുടർന്ന് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ധാരാളം ഉമ്മമാരുണ്ട് ഭവനങ്ങളിൽ, സഹോദരിമാരുണ്ട്. എല്ലാവർക്കും നിഅമത്ത് വാസിയാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് അത്താഴം ഒരുക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, റബ്ബേ, ഞങ്ങൾക്ക് നോമ്പ് നൽകുന്നവര്, അവർക്കെല്ലാം നീ നൽകണേ റബ്ബേ. ഞങ്ങളുടെ മഹല്ലിൽ ഖൈറിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അല്ലാഹുവേ, ഭക്ഷണം വിളമ്പാനും മറ്റും ഓടി നടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹ് പാചകം ചെയ്ത് നൽകുന്നവരെല്ലാവർക്കും നീ ഖൈറ് ചൊരിയണേ അല്ലാഹ്. ഈ റമദാൻ അവർക്ക് അനുകൂല സാക്ഷിയാക്കി കൊടുക്കണേ റഹ്മാനെ. ഇന്നത്തെ നോമ്പ് നൽകിയ സഹോദരൻ
അനുഗ്രഹിക്കണേ അല്ലാ, സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ധാരാളം നന്മകൾക്ക് സമ്പത്ത് ചിലവാക്കുന്ന വ്യക്തിത്വമാണ്. കബൂലാക്കണേ അല്ലാ, കുറവ് വരുത്തല്ലേ അല്ലാ. അവർ കൊടുത്തതിലും നൽകിയതിലും എല്ലാം ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി ഇനിയും ഇനിയും ചിലവാക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. രോഗത്തിന് ശിഫ നൽകണേ അല്ലാ. ശ്വാസം മുട്ട്, അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ എന്തോ അതെല്ലാം നിനക്കറിയാമല്ലോ റബ്ബേ. പരമോന്നത ശക്തിയെ നീ ശിഫ കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ സുന്ദര സുവനത്തിലേക്ക് റയ്യാനിന്റെ ബാബിലൂടെ നീ അവരെ വിളിക്കണേ അല്ലാ. നോമ്പുദാരുടെ ദുആകൾക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ അല്ലാഹ് തറാവീഹ് കഴിഞ്ഞുള്ള ഭക്ഷണവും അവരാണ് നൽകുന്നത്, സ്വീകരിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും അവ്വലിൽ അംറിൽ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളുടെ പുന്നാര ഫലസ്തീൻ മക്കൾ ഖൈറ് ചൊരിയണം റബ്ബേ. അല്ലാഹ് പട്ടിണിയിലാണ് അവരുടെ നോമ്പോടെയാണ് റബ്ബേ ജൂത സയനിസ്റ്റുകളുടെ ക്രൂരതയിൽ അല്ലാഹ് ഷഹീദാക്കപ്പെടുന്നത് ആ പൊന്നോമനകൾ. അല്ലാഹുവേ, ഞങ്ങൾ കിടന്നുറങ്ങുമ്പോ ഞങ്ങളുടെ ചാരത്ത് ഞങ്ങളുടെ മക്കളുണ്ടല്ലോ. രാവിലെ